മനസ്സിൽ ആഗ്രഹിച്ച ജോലി, ഉദ്ദേശിച്ച വരുമാന മാർഗം റെഡിയായി കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതിന് ബിസിനസ് ചെയ്യുന്നവരാകട്ടെ, ഏതെങ്കിലും പുതിയ തൊഴിലവസരങ്ങൾ നോക്കുന്നവരാകട്ടെ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്നവരാകട്ടെ, കുറേ കാലമായിട്ട് പഠിച്ച ജോലിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നിട്ട് കിട്ടാത്ത ആളുകളാണെങ്കിൽ വിഷമിക്കേണ്ടതില്ല. നമുക്കൊരു 21 ദിവസം കൊണ്ട് 21 ദിവസം ഞാൻ ഈ പറയുന്ന രൂപത്തിലൊന്ന് കൃത്യമായി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ആ ഉദ്ദേശിച്ച ജോലി സക്സസ് ആയി കിട്ടും. നിങ്ങൾ ചെയ്യുന്ന ആ ബിസിനസ് ഉയർച്ചയിലെത്തിക്കിട്ടും ഇൻഷാ അല്ലാഹ്. ഇത് ചെല്ലുന്ന സമയത്ത് നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി വേണം ചെല്ലേണ്ടത്. മറിച്ച് പരീക്ഷണാർത്ഥം ചെയ്തു കഴിഞ്ഞാൽ ഞാനൊന്ന് ചൊല്ലി നോക്കട്ടെ കിട്ടിയാലോ എന്ന് കരുതി ചെയ്താൽ അതിന് ഫലം കണ്ടില്ല എങ്കിൽ ഞാനോ ഈ പറഞ്ഞു തരുന്ന മഹത്തുക്കളോ അതിന് കാരണക്കാരല്ല. കാരണം ഈ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ, ശ്രദ്ധിക്കാൻ പറയുന്ന കൂട്ടത്തിൽ ആദ്യം പറയുന്നത് തന്നെ ഇഖ്ലാസോടുകൂടി ചെല്ലണം എന്നാണ് ഇൻഷാ അല്ലാഹ്. ഏതാണ് ആ അമൽ എന്ന് ഒരു 5 കൂട്ടം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി എന്ത് തന്നെ ആകട്ടെ, ആ വരുമാന മാർഗം സക്സസ് ആയി കിട്ടും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കട്ടെ, വന്നുപോയ അപാകതകൾ മാപ്പ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ സദുദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? പല ആളുകളും വിളിച്ച് പല വിഷമങ്ങളും പറയാറുണ്ട്, പരിഹാരങ്ങൾ തേടാറുണ്ട്. ഒരുപാട് ആളുകൾ ചെയ്തു കൊടുത്ത പരിഹാരങ്ങൾക്ക് ഉസ്താദെ അതിന് ഫലം കണ്ടു എന്ന് വിളിച്ച് സന്തോഷം അറിയിക്കാറുണ്ട്. ചിലർ വിളിച്ചിട്ട് ഉസ്താദെ ഫലം കണ്ടിട്ടില്ല, നിങ്ങൾ ദ്വാരക്കണേ എന്ന് പറയാറുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആ ചെയ്തതിന് അള്ളാഹു എത്രയും പെട്ടെന്ന് ഫായിദ നൽകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സന്തോഷങ്ങളെ അള്ളാഹു നിലനിർത്തി തരട്ടെ. കുറേ ആളുകൾ പറഞ്ഞൊരു വിഷമമാണ് ഉസ്താദെ, ജോലി റാഹത്തില്ല, ചെയ്യുന്ന ജോലിയിൽ ബറക്കത്തില്ല, കച്ചവടങ്ങളും സക്സസ്സായി കിട്ടുന്നില്ല, ഒരുപാട് കാലമായി പഠിച്ച ജോലി അന്വേഷിക്കുന്നു, PSC എക്സാമിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു, പക്ഷെ അതൊന്നും സക്സസ്സായി കിട്ടുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാര മാർഗം പറഞ്ഞു തരണേന്ന്. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ അന്വേഷിക്കുന്നത് എങ്കിൽ, ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ കാര്യം നടന്നു കിട്ടാനുള്ള ഒരു വഴി ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. 21 ദിവസക്കാലം കൃത്യമായി മുടക്കമൊന്നും വരുത്താതെ ഞാൻ ഈ പറയുന്ന രൂപത്തിൽ നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് ഞാൻ ഈ പറയുന്ന അഅ്മാലുകൾ നിങ്ങളൊന്ന് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ജോലി, നമ്മുടെ മനസ്സിൽ കരുതിയ, നമുക്ക് ഇണങ്ങിയ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ആ ഒരു മേഖലയിൽ തന്നെ കൃത്യമായി നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമുക്ക് ജോലി റാഹത്തായി കിട്ടും, നമ്മുടെ വരുമാന മാർഗ്ഗങ്ങൾ ക്ലിയർ ആയി കിട്ടും. ചെയ്യേണ്ട മാർഗ്ഗം പറയാം. ആദ്യം ഞാനൊരു ചെറിയ നിർദ്ദേശം പറഞ്ഞുതരാം. 5 വഖ്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാകണം. എത്ര തിരക്കുണ്ടെങ്കിലും ശരി, എത്ര പ്രയാസമുള്ളവരാണെങ്കിലും ശരി, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അത് ഒരു മുടക്കവും വരുത്താൻ പാടില്ല. കഴിയുമെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അത് ശ്രദ്ധിക്കുക. നമ്മുടെ ജോലി സക്സസ് ആകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. ഞാൻ വെറുതെ പറയല്ല, നിങ്ങളൊന്ന് ചെയ്തു നോക്കി ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്, ഏറ്റവും കുറഞ്ഞത് 1 പേജെങ്കിലും ദിവസവും ഖുർആൻ ഓതണം. ഖുർആൻ ഓതാൻ അറിയുന്നവർ, അറിയാത്തവർക്കുള്ള പരിഹാരം ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഖുർആൻ ഓതാൻ അറിയുന്നവർ ദിവസവും 1 പേജെങ്കിലും, ഏറ്റവും കുറഞ്ഞതാണ് കേട്ടോ അത്, 1 പേജെങ്കിലും എന്ത് ചെയ്യുക, ഖുർആൻ ഓതുക. മൂന്നാമത്തത്, ഹലാലായ മാർഗത്തിൽ മാത്രം ജോലി അന്വേഷിക്കുക. ഹലാലായ മാർഗത്തിൽ മാത്രം ജോലി അന്വേഷിക്കുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നെന്താ, നിസ്കാരം അത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല, അത് എന്ത് കൃത്യമായി നിർവഹിക്കുക. 2, ദിവസവും 1 പേജെങ്കിലും ഖുർആൻ ഓതിയിരിക്കണം. മൂന്നാമത്തത്, ഹലാലായ മാർഗത്തിലുള്ള ജോലി മാത്രം അന്വേഷിക്കുക. അനുവദിക്കപ്പെട്ട മാർഗത്തിലുള്ള ജോലി മാത്രം അന്വേഷിക്കാം. അല്ലാതെ പലിശ ഇടപാട് നടത്തുന്ന ജോലി കിട്ടണം എന്നുള്ളത് എന്താണ് സക്സസ് ആകണമെന്നില്ല. അല്ലെ മറ്റെന്തെങ്കിലും മാർഗം, കൊട്ടേഷൻ ടീമിൽ ചേരാൻ വേണ്ടിയിട്ട് ദ്വാരുന്നിട്ട് കാര്യമുണ്ടോ? അതൊക്കെ അള്ളാഹു നിഷിദ്ധമാക്കിയ സംഗതികളാണ്. അങ്ങനെ ആകാൻ പാടില്ല. എന്നുവെച്ചാൽ അനുവദിക്കപ്പെട്ട സംഗതി മാത്രം. ഇനി ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ഒന്നാമത്തെ അമൽ എന്താ, ഫജ്ർ നിസ്കാരത്തിന് ശേഷം, അതായത് സുബഹി നിസ്കാരത്തിന് ശേഷം യാ ഫത്താഹു എന്ന ദിക്ർ നിങ്ങൾ പറ്റുമെങ്കിൽ ഇതൊന്ന് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ചെയ്യാം. യാ ഫത്താഹു എന്ന ദിക്ർ 100 തവണ എന്ത് ചെയ്യാം, സുബഹി നിസ്കാര ശേഷം ചൊല്ലുക, യാ ഫത്താഹു. അതുപോലെ തന്നെ രണ്ടാമത്, യാ റസ്സാഖു എന്ന ഇസ്മും 100 തവണ ചൊല്ലുക, യാ ഫത്താഹു യാ റസ്സാഖു. മൂന്നാമത്തത്, ഞാൻ ഈ പറയുന്ന ദുആ കൂടെ ചൊല്ലുക, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക് വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ഈ ഒരു നമ്മൾ സാധാരണ നമ്മുടെ വരുമാന മാർഗത്തിൽ വിജയമുണ്ടാകാനും ഉയർച്ച ഉണ്ടാകാനും ഒക്കെ നബിതങ്ങൾ പഠിപ്പിച്ച ഒരു ദുആയാണ്. അപ്പോൾ സുബഹി നിസ്കാര ശേഷം യാ ഫത്താഹു എന്ന് 100 തവണ, യാ റസ്സാഖു എന്ന് 100 തവണ, അതിനുശേഷം ഈ പറഞ്ഞ അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക് വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക് എന്നത് 7 തവണ അതും ചൊല്ലുക. ഈ ദിക്ർ, ഇത് ഒന്നാമത്തെ മാർഗം. ഇത് എന്ത് ചെയ്യുക, എല്ലാ സുബഹി നിസ്കാര ശേഷം ചൊല്ലുക ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ മാർഗം പറഞ്ഞുതരാം.
അത് ഇശാ നിസ്കാരത്തിന് ശേഷമാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ സൂറത്തുൽ വാക്കിയ പാരായണം ചെയ്യുക. സൂറത്തുൽ വാക്കിയ സൂറത്ത് കുറഞ്ഞ പക്ഷം ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഓതാം. എല്ലാ ദിവസവും പോകാൻ ഒരാൾക്ക് സമയം കിട്ടിയില്ല എങ്കിൽ കുറഞ്ഞത് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും സൂറത്തുൽ വാക്കിയ മുടങ്ങാതെ ഓതുക. ആ സൂറത്തുൽ വാക്കിയ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ റിസ്കിൻ്റെ വാതിലുകൾ തുറന്നു തരാൻ പരിഗണിക്കാൻ കാരണമായി തീരും. അപ്പോൾ അത് മുടങ്ങാതെ ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു വഴി പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു മാർഗ്ഗം നമ്മൾ ഫജറിന് ശേഷം ചെയ്യുന്നത് പറഞ്ഞു, രണ്ടാമത്തെ മാർഗ്ഗം ഇശാഇന് ശേഷം ചെയ്യേണ്ടത് പറഞ്ഞു, മൂന്നാമത്തത് പറഞ്ഞുതരാം. മൂന്നാമത്തേതാ, പ്രത്യേകം ഒരു ദുആ ഉണ്ട്, വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തന്ന ഒരു ദുആ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിയ ഒരു ദുആ. ഈ ദുആ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദീനയിലേക്ക് പുറപ്പെട്ടൊരു സംഭവമുണ്ട്. ഇവിടെ നിന്ന് അവിടുത്തെ മിസ്റിൽ നിന്നും അവിടുന്ന് ഫിർഔൻ്റെ ഉപദ്രവം പേടിച്ചുകൊണ്ട്, ഫിർഔൻ ഉപദ്രവിക്കുമോ കൊന്നുകളയുമോ എന്ന് പേടിച്ചുകൊണ്ട് അവിടുന്ന് മിസ്റിൽ നിന്നും അവിടുന്ന് എന്ത് ചെയ്തു, യാത്ര പുറപ്പെട്ടു. മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നാടാകുന്ന മദീനയിലേക്ക് എത്തിയ ഒരു സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തളർന്ന് ഒരു മരച്ചോട്ടിലിരിക്കുന്ന സമയത്ത് അവിടുന്ന് ഇങ്ങനെ ചൊല്ലിയ ദുആയാണ് എന്ത്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എന്താണ് ചോദിക്കുന്നത്? റബ്ബേ, നീ ഇറക്കി വെക്കുന്ന ഏത് നന്മയ്ക്കും ഞാൻ അത്യന്തം ആവശ്യമുള്ളവനാണ്. അല്ലാഹ്, നീ ഇറക്കുന്ന ഏത് നന്മയും വാങ്ങാൻ ആവശ്യക്കാരനാണ് ഞാൻ. ഏതെങ്കിലും ഒരു നന്മ ഇതെനിക്ക് വേണ്ട എന്ന് ഒരിക്കലുമില്ല. നീ ഇറക്കിയ എല്ലാ നന്മയും ആവശ്യമുള്ളവനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജോലി വേണം, കുടുംബം വേണം, ഇണകളെ വേണം, അതുപോലെ തന്നെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ വേണം. അപ്പോൾ നീയാണ് നൽകാനുള്ളത്, വേറെ എനിക്കിപ്പോൾ ആരുമില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്രയിൽ നിന്നും മദീനയിലേക്ക് എത്തിയ സമയത്ത് വെറും കയ്യോട് കൂടിയിട്ടാണ് വന്നത്. അവിടുന്ന് ആ ധരിച്ച വസ്ത്രമല്ലാതെ ഒന്നും അവിടുത്തെ കൂടെ ഇല്ല. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദുആ ചൊല്ലിയതിൻ്റെ ബറക്കത്ത് കൊണ്ട് മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാകുന്ന ആ വലിയ പ്രവാചകൻ്റെ മകളെ വിവാഹം കഴിക്കാനുള്ള അവസരം അള്ളാഹു കൊടുത്തു. അവിടുത്തെ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കാനുള്ള ജോലി അള്ളാഹു കൊടുത്തു, സമ്പാദ്യം കൊടുത്തു, കുടുംബത്തെ കൊടുത്തു. നമുക്ക് നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബമാക്കി കൊടുത്തു, വിവാഹം ശരിയാക്കി കൊടുത്തു. നമുക്ക് ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഈ ദുആഇനെ എന്ത് ചെയ്യണം? നിരന്തരം പതിവാക്കാം. ദിവസവും എന്ത് ചെയ്യുക? കുറഞ്ഞ പക്ഷം ഈ ഒരു ദുആ ദിവസവും 3 തവണയെങ്കിലും ചൊല്ലുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക? മറക്കാതെ ഏതെങ്കിലും ഒരു സമയത്ത് 3 തവണയെങ്കിലും. ഇത് വലിയ പാടുള്ള ദുആയൊന്നും അല്ലല്ലോ, കുറഞ്ഞതൊരു 3 തവണയെങ്കിലും. ഇത് എത്രയാണോ അധികരിപ്പിക്കാൻ പറ്റുന്നത് അത്രയേറെ അധികരിപ്പിക്കാം. ഈ ഒരു 3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക. നാലാമത്തെ ഒരു അമലും കൂടെ പറഞ്ഞാൽ, നാലാമത്തെ അമൽ കഴിയുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു സ്വതക്ക കൊടുക്കാൻ ശ്രമിക്കുക. സ്വതക്ക എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ ഒന്നും കൊടുക്കണമെന്നില്ല. ഒരു 100 രൂപയാണെങ്കിലും അല്ലെങ്കിൽ ഒരു 10 രൂപയാണെങ്കിലും ഒരു സാധുവായ മനുഷ്യന് നൽകാൻ നമ്മളൊന്ന് സ്വതക്കയായി മാറ്റിവെച്ചാൽ, ഇനി ആരെങ്കിലും സാധുക്കളെ കണ്ടില്ല എങ്കിൽ അത് മാറ്റിവെച്ചാൽ മതി, സാധുക്കൾ വരുമ്പോൾ കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്വതക്ക കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുക? തയ്യാറാകുക. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്യുക ഇൻഷാ അല്ലാഹ്. ജോലി ഇല്ലാത്ത ആളുകളാണ്, വിഷമിക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായും ഒരു 21 ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു വിഷയങ്ങൾ മുടങ്ങാതെ കൃത്യമായിട്ട് ഫജറിന് ശേഷവും അതുപോലെ ഇശായിന് ശേഷവും ആഴ്ചയിൽ ഓതേണ്ടതും ഒക്കെ കൃത്യമായി പരിഗണിച്ചുകൊണ്ട്, അതുപോലെ ഈ പറഞ്ഞ ദിക്റും കൃത്യമായി ചൊല്ലിക്കൊണ്ട് ഒരു 21 ദിവസക്കാലം കൃത്യമായി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കാര്യത്തിൽ വലിയ ഫത്ഹ് നൽകും, വലിയ റാഹത്ത് നൽകും ഇൻഷാ അല്ലാഹ്. അത് മഹാന്മാർ ഉറപ്പ് പറഞ്ഞ സംഗതിയാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വലിയ ഫത്ഹം നൽകി അനുഗ്രഹിക്കുമാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ സംഗതി ഉറപ്പായും ശ്രദ്ധിക്കണം. ഏതാ 3 സംഗതികൾ? ഒന്ന്, നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റൂല. ഒരു നിസ്കാരം ഖളാ ആയി പോകാൻ പാടില്ലാത്ത രൂപത്തിൽ ഇന്നു മുതൽ ഖളാ ആകൂല എന്ന നിയത്തിൽ ചെയ്യുക. കഴിവിൻ്റെ പരമാവധി പുരുഷന്മാരാണെങ്കിൽ അവർ ജമാഅത്ത് കൃത്യമായി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. കൃത്യമായി കഴിവിൻ്റെ പരമാവധി ജമാഅത്തിലായി തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തത്, ഒരു പേജെങ്കിലും ദിവസം എന്ത് ചെയ്യണം? ഖുർആൻ ഓതിയിരിക്കണം. ഒരു പേജെങ്കിലും, കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞതാണത്. മൂന്നാമത്തെ സംഗതി, ഹലാലായ മാർഗത്തിലുള്ള ജോലി മാത്രമാകണം അന്വേഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഉറപ്പായും ജോലി കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്, പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ എന്ത് ചെയ്യുക? ഇതൊന്ന് എത്തിച്ചു കൊടുക്കാം. കൂട്ടത്തിൽ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കാം. അത് എപ്പോഴും സമയമൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റുന്നത് പോലെ എന്ത് ചെയ്യുക? ഇസ്തിഗ്ഫാറുകൾ ദിവസവും അധികരിപ്പിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെല്ലുക. ഇനി അതല്ല 2 ദിവസം കൂടുമ്പോഴോ ഒരാഴ്ച കൂടുമ്പോഴോ എപ്പോഴാണ് പറ്റുന്നത് കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യുക? ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ സമ്പത്തിൻ്റെ വഴി തുറന്നു കിട്ടും. അത് ഖുർആൻ പഠിപ്പിച്ചതാണ്.
فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. നമ്മുടെ ഈ ഭൂമിയിൽ ആവശ്യമുള്ള നമുക്ക് പുരോഗതി ലഭിക്കാനുള്ള സർവ്വസംഗതികളെയും അള്ളാഹു ഉയർത്തിത്തരും, അധികരിപ്പിച്ചു തരുമെന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയാണ്. എന്ത് ചെയ്താൽ മതി? ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ അധികരിപ്പിക്കാൻ ശ്രമിക്കുക. അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങളിൽ നീ സൈർ ചെയ്യണേ അല്ലാഹ്. കുടുംബത്തിൽ ജോലിയിലൊക്കെ നീ ബറക്കത്ത് ചെയ്ത് തരണേ റഹ്മാൻ. എല്ലാ തടസ്സങ്ങളും നീക്കി തരണേ അല്ലാഹ്. ഇൻ്റർവ്യൂകൾ അതുപോലെ ഞങ്ങൾ എഴുതുന്ന പരീക്ഷകൾ എല്ലാം നീ വിജയിപ്പിച്ചു തരണേ റഹ്മാൻ. വലിയ വിജയം കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ദുആ ഇറക്കണമെന്ന വസിയത്തോടുകൂടി മറ്റൊരു ദിവസത്തിൽ ഇൻഷാ അല്ലാഹ് കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.